ഹായ് ഹലോ. ഇത് ഞങ്ങൾ കല്ലാറ് പോയതാണ്. ആക്ച്വലി കല്ലാറ് പോയതല്ല, പൊന്മുടി പോകാനാണ് പ്ലാൻ ചെയ്ത് പോയത്. ഈ കല്ലാറ് പൊന്മുടി പോകുന്ന വഴിക്കാണല്ലോ, അങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ കയറിയത് കേട്ടോ. നേരത്തെ കല്ലാറ് ക്ലോസ്ഡ് ആണ് എന്നാണ് അറിഞ്ഞിരുന്നത്, പക്ഷെ പോയ വഴിക്ക് കല്ലാറ് നോക്കിയപ്പോഴത്തേക്ക് ഓപ്പൺ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. മുതിർന്ന ആൾക്കാർക്ക് 40, കുട്ടികൾക്ക് 20ഒക്കെയാണ് കേട്ടോ. ദേ ഇതുവഴിയൊക്കെയാണ് ഞങ്ങൾക്ക് പാർക്കിങ്ങിലോട്ട് പോകാനേ. ദേ ഇതുപോലുള്ള അടിപൊളി സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ വണ്ടിയൊക്കെ പോണത് കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ കണ്ടില്ലേ, ഇതുവഴിയാണ് എന്നിട്ട് ഞങ്ങൾക്ക് മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ദിയൂട്ടിനാണെങ്കിൽ പോയ സമയം മുതൽ ദേ ഈ മുറുക്കും കൊണ്ടാണ് നടപ്പ് ആശാൻ. അവിടെ പോയിട്ട് ദേ കുളിക്കാനും അടുത്ത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. ആക്ച്വലി ഞാനിവിടെ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ദേ ഇതുപോലെയുള്ള വഴികളാണ് കൂടുതലുള്ളത് കേട്ടോ. പോയ വഴിക്കാണ് ദേ ആനപ്പിണ്ടം കണ്ടത്. അപ്പോഴാണ് ആക്ച്വലി അവിടെ ആന വരും എന്നറിയുന്നത് കേട്ടോ. പക്ഷേ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പകൽ സമയത്തൊന്നും അധികം അങ്ങനെ വരില്ല എന്നാണ് നമുക്ക് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേ ഈ വഴിക്കൊക്കെ പോകുന്ന വഴിക്ക് അപകട മേഖല എന്ന് പറയുന്ന ബോർഡൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇനി നടന്ന് തളർന്നു വരുന്ന ആൾക്കാർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്റ്റെപ്പ് വഴിയൊക്കെയാണ് നമുക്ക് കയറിപ്പോകാനുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കുറേ പാറകളും അതുപോലെ തന്നെ മരങ്ങളെ വേരും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതേ ഞാനീ നടന്നു പോണത് കണ്ടില്ലേ, നല്ലതായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആക്ച്വലി ഇതിനേക്കാളും കുറച്ചൊരു ഡിമ്മായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, കാണും പോലെയല്ല. പിന്നെ ഒരു ചെറുതായിട്ട് മഴയും കൂടി ഉണ്ടായിരുന്നേ, ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പോകുന്ന പോലെ ആയിരുന്നില്ല തിരിച്ചു വന്നത്. പോയ സമയത്തിനെക്കാട്ടിലും കുറച്ചും കൂടി തെളിച്ച് വരുന്ന തിരിച്ചു വരുന്ന സമയത്ത്. ശരിക്കും അങ്ങോട്ട് കയറിയ സമയമായിരുന്നു നല്ല ക്ലൈമറ്റ് എന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞതേ ഞങ്ങളിതാ വീണ്ടും വീണ്ടും നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് മരങ്ങളുടെ വേരാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഞാൻ ഏകദേശം നടന്നൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു 800 മീറ്റർ അങ്ങോട്ടും തിരിച്ചൊരു 800 മീറ്റർ ഇങ്ങോട്ടും നടക്കാനുണ്ട് കേട്ടോ. ദേ ബാക്കി കുറേ പിള്ളേരൊക്കെ പകുതി വഴി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അവരത് എത്തി എത്തി എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയാണ് കേട്ടത്. ആക്ച്വലി പകുതി വഴി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വഴിയേക്ക് കയറി തിരിച്ച് ദേ ഇതുപോലെയുള്ള ഒരു പാറക്കെട്ടിൽ കൂടിയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് കേട്ടോ. അവിടെയാണെങ്കിൽ ദേ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ദിയൂട്ടനെ കൊണ്ട് അവനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവനെ എടുത്തിട്ട് ഞാൻ ദേ കയറും പിടിച്ച് ദേ അപ്പുറത്ത് ക്രോസ് ചെയ്യാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി കല്ലാറ് കേട്ടോ. ഒരുപാട് വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. വെള്ളം വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളം കുറവാണ്. എന്നാലും നല്ലതായിരുന്നു, നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് ക്രോസ് ചെയ്തതേ മുകളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ദേ കണ്ടില്ലേ, ഈ കയറ് പിടിച്ചിട്ടാണ് നമ്മുടെ യാത്ര. ദേ ഇവിടെ വന്ന് ദിയൂട്ടിനെ കുറച്ച് സമയം കളിപ്പിച്ചിരുന്ന് അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നതേ. ഇവിടെയാണ് ശരിക്കും വാട്ടർഫോൾസ് ഉള്ളത് കേട്ടോ. ദേ എത്തി നമ്മളെ വാട്ടർഫോൾസ്. ദേ ആ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നടന്ന് തളർന്നത് ഇവിടം വരെ എത്തിയത് കേട്ടോ. വാട്ടർഫോൾസ് ചെറുതാണ് കേട്ടോ, പക്ഷേ ഈ വരുന്ന വഴി അതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ. അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് എന്തോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഒരുപാട് തറയിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഇത് പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ കഴിക്കാൻ പറ്റുന്നതാണ് എന്നാണ് അറിഞ്ഞത്. തിരിച്ചു വന്നപ്പോൾ വീണ്ടും കുറേ ഇരിക്കേണ്ട സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചെറിയ രീതിക്കൊന്ന് മഴയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളങ്ങനെ ഇരിക്കാനൊന്നും നിന്നില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് പൊന്മുടി പോകണമല്ലോ. തിരിച്ചു വന്ന് ഞങ്ങൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് ഞങ്ങൾ തിരിച്ച് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതുപോലുള്ള ചെറിയ വഴി കൂടെല്ലാം കയറ് പിടിച്ച് ഞങ്ങൾക്ക് വരേണ്ടി വരുന്നത്. പക്ഷേ എന്താ പറയുക, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് ഈ വഴിയൊക്കെ കാണണം. എന്താ പറയുക, ആ ഒരു നല്ല തണുത്ത അന്തരീക്ഷം, അതുപോലെ തന്നെ ചെറിയൊരു മഴ, അതൊക്കെ വെച്ചിട്ട് കാട്ടിനകത്തൂടെ ആ ഒരു സൗണ്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ.
ഇത് ഈ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിറക് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണേ. എന്നാ ആന വരൂല എന്നാണ് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേ വ്യൂട്ടിനടുത്ത് വെള്ളത്തിൽ കളിയായി കേട്ടാ. ആ ഇനി അടുത്ത് നമ്മൾ നേരെ പോണത് പൊന്മുടിയിലോട്ടാണ് കേട്ടാ. എന്തായാലും നമുക്ക് പൊന്മുടിയിൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ ഓക്കെ ബൈ.